ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നിനക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത് എന്ന് ഓർമ്മിപ്പിക്കുന്ന കാരുണ്യവാനായ കർത്താവെ, നിന്നോട് ചേർന്ന് നിന്ന് ഞങ്ങളുടെ ജീവിതങ്ങൾ അനുഗ്രഹപ്രദമാക്കാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഈ വചനധ്യാനത്തിലൂടെ ഉണ്ണിമിശിഹായെ സ്നേഹിക്കുമ്പോൾ ഞങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് വ്യാഖ്യാനിക്കാൻ അവിടുന്ന് അയോഗ്യനായ എന്നെ ശക്തിപ്പെടുത്തണമേ. ഇത് കേൾക്കുന്നവർക്കും ഇത് കാണുന്നവർക്കും കർത്താവിൻ്റെ വചനത്തിൻ്റെ നിറവ് വെളിപ്പെടുത്തുകയും ഞങ്ങളെ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 2:19 മുതലുള്ള തിരുവചനങ്ങൾ. ഹെരോദസിന്റെ മരണത്തിന് ശേഷം ഈജിപ്തിൽ വെച്ച് കർത്താവിൻ്റെ ദൂതൻ ജോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് മടങ്ങുക. ശിശുവിനെ വധിക്കാൻ ശ്രമിച്ചവർ മരിച്ചു കഴിഞ്ഞു. അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് പുറപ്പെട്ടു. മകൻ അർക്കലാവുസാണ് പിതാവായ ഹെരോദസിന്റെ സ്ഥാനത്ത് യൂദായിൽ ഭരിക്കുന്നതെന്ന് കേട്ടപ്പോൾ അവിടേക്ക് പോകാൻ ജോസഫിന് ഭയമായി. സ്വപ്നത്തിൽ ലഭിച്ച മുന്നറിയിപ്പ് അനുസരിച്ച് അവൻ ഗലീലി പ്രദേശത്തേക്ക് പോയി. അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടും എന്ന് പ്രവാചകൻ വഴി അരുൾ ചെയ്യപ്പെട്ടത് നിവൃത്തിയാകാൻ നസ്രത്ത് എന്ന പട്ടണത്തിൽ അവൻ ചെന്ന് പാർത്തു. മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ ഈശോയിലേക്ക് അടുക്കുമ്പോൾ എന്തൊക്കെ മേന്മകളാണ് ലഭിക്കുക എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വചനധ്യാനത്തിലൂടെ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഈശോയുടെ മകനായിട്ട് തീരുമ്പോൾ അല്ലെങ്കിൽ ഈശോയുടെ മകളാവുമ്പോൾ നിനക്ക് സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ഈ ഒരു തിരുവചന പശ്ചാത്തലത്തിൽ കണ്ടെത്താൻ തുടങ്ങാം. നമുക്കൊരു മാതൃകയായിട്ട് എടുക്കാൻ പറ്റുന്നത് വിശുദ്ധ ഔസേ പിതാവിൻ്റെ ഒരു ജീവിതം. ഈശോയുടെ വളർത്തുപിതാവായിട്ട് ജോസഫ് മാറുമ്പോൾ ജോസഫിൽ സംഭവിച്ച മാറ്റങ്ങൾ നമുക്കൊന്ന്, അല്ലെങ്കിൽ ഉണ്ണീശോയുടെ അടുത്ത് ചേർന്ന് നിന്നപ്പോൾ ജോസഫിന് സംഭവിച്ച മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് കണ്ടെത്താൻ ആഗ്രഹിക്കുക. ജോസഫിനെ കുറിച്ചുള്ള പാരമ്പര്യ കഥകൾ പറയുന്നത് ജോസഫ് ഒരു ഭയത്തിൻ്റെ നിഴലിൽ കഴിഞ്ഞ ഒരു മനുഷ്യനായിരുന്നു എന്നാണ്. എല്ലായിടത്തും ഇൻട്രോവർട്ട് ആവുന്ന രീതിയിൽ അല്ലെങ്കിൽ മാറി നിന്ന് ഒതുങ്ങി ജീവിച്ചിരുന്ന, അല്ലെങ്കിൽ ആരുടെ മുൻപിലും നിൽക്കാനായിട്ട് ഭയമുള്ള ഒരു മനുഷ്യനായിരുന്നു ജോസഫ് എന്നാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള ചില പാരമ്പര്യ കഥകൾ പറയുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള അധികം വ്യാഖ്യാനങ്ങളോ കുറേ സംഭവങ്ങളോ നമ്മുടെ ബൈബിളിലോ അതല്ലെങ്കിൽ അപ്പക്രിഫിക്കൽ റൈറ്റിങ്സിലോ കാണാത്തത്. ഇപ്പം ഈ ജോസഫിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഈശോ നിന്റെ മകനായിട്ട് തീരും, അതല്ലെങ്കിൽ മറിയത്തിൻ്റെ ഭർത്താവായി വിദഗ്ധ ഭർത്താവായിട്ട് നീ തീരണം എന്നൊക്കെ പറഞ്ഞിട്ട് ജോസഫ് യേശുക്രിസ്തുവിനെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ വിശുദ്ധ ഔസേ പിതാവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ആദ്യത്തെ ഒരു മാറ്റം എന്ന് പറയുന്നത് ഉള്ളിലുള്ള ഭയപ്പാടുകൾ മുഴുവൻ ഇങ്ങനെ മാറിപ്പോയി എന്നുള്ളതാണ്. ഏത് വഴികളിലൂടെ പോയാലും നമ്മൾ ഇന്ന് തിരുവചനം വായിക്കുന്നുണ്ട്, അവന് ഭയമായിരുന്നു, എന്നിട്ടും അവൻ പിന്നെ നസ്രത്തിലേക്ക് പോയി എന്നുള്ളതാണ്. ഈശോയെ അറിയുന്നതിന് മുമ്പ് ജോസഫ് ഭയപ്പെട്ടിരുന്നു. ഈശോയുടെ അടുത്ത് സ്നേഹത്തോടുകൂടെ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഈ ലോകത്തിലുള്ള ഒരു ശക്തിയുടെ മുമ്പിലും ജോസഫ് കുമ്പിടുന്നില്ല എന്ന് മാത്രമല്ല, ഭയത്തിൻ്റെ നിഴലിൽ നിന്ന് ജോസഫ് ഇങ്ങനെ മാറിപ്പോവാ. ഈശോയിലേക്ക് അടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കിട്ടുന്ന, അല്ലെങ്കിൽ ഉണ്ണീശോയെ സ്നേഹിക്കുന്നവർക്ക് കിട്ടുന്ന ഒരു വലിയ പുണ്യം എന്ന് പറയുന്നത് നിന്റെ ജീവിതത്തിലുള്ള അകാരണമായ മുഴുവൻ ഭയങ്ങളും മാറും എന്നുള്ളതാണ്. ഞാനൊരു അച്ഛനായിട്ട് നിൽക്കുമ്പോഴൊക്കെ ഞാനിങ്ങനെ ചെറുപ്പത്തിൽ ഇങ്ങനെ ഓർക്കാറുണ്ട്, എനിക്ക് ഭയങ്കര പേടിയുള്ള ഒരാളായിരുന്നു. ഒരു റൂമിൽ നിന്ന് അടുത്ത മുറിയിലേക്ക് പോകാനായിട്ട് അമ്മയെയും അപ്പയെയും എൻ്റെ കുഞ്ഞനുജത്തിയെ വരെ വിളിച്ച് പോകുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പം എന്നെ കളിയാക്കിയിട്ട് എൻ്റെ ബാച്ചിലുള്ളവരും അല്ലെങ്കിൽ എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന എൻ്റെ സഹപാഠികളൊക്കെ പറയും, നീ അച്ഛനാവാൻ പോയി കഴിഞ്ഞാൽ എങ്ങനെയാടാ തനിച്ച് നിൽക്കുക, ഒരു പള്ളിയിൽ നിനക്ക് എങ്ങനെയാ സിമിത്തേരിയുടെ അടുത്ത് നിൽക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഒത്തിരി പേടിയുടെ ഒരാളായിരുന്നു ഞാൻ. രണ്ടാൾക്കാരുടെ മുമ്പിൽ നിന്ന് ഒരു വചനം പറയാനായിട്ട് പേടിയുണ്ടായിരുന്ന അത്രയും ഭീരുവായ ഒരു മനുഷ്യനായിരുന്നു ഞാൻ.
ബാല്യത്തിൽ എനിക്ക് ഓർമ്മയുണ്ട്, ഇങ്ങനെ എത്ര പഠിച്ചാലും പരീക്ഷയ്ക്ക് മറന്നു പോണ ഒരവസ്ഥയുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടാത്തതെന്ന് നോക്കുമ്പോൾ എൻ്റെ കാരണമായിട്ട് ഞാൻ പോയി പരിചയപ്പെട്ട സൈക്കോളജിസ്റ്റുകൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എൻ്റെ മോൻ്റെ ഉള്ളിലുള്ള ഭയമാണ് ഈ പരീക്ഷയിൽ തോൽവിയുടെ കാരണം എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ടായിരുന്നത്. അത്രയും പേടിയുണ്ടായിരുന്ന ഒരാളായിരുന്നു ഞാൻ. അത് കഴിഞ്ഞപ്പോഴാണ് ഒരു പുരോഹിതനെ പരിചയപ്പെട്ടത്. എൻ്റെ ഇടവകയിലേക്ക് മാറി വന്ന ഒരു വികാരി അച്ഛൻ. അച്ഛനോട് ഞാനിങ്ങനെ സംസാരിച്ച്, എനിക്ക് തോന്നുന്നത് 8ാം ക്ലാസ്സിലൊക്കെയാൻ തോന്നുന്നത്, അച്ഛൻ ഇങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു, നിന്റെ ജീവിതത്തിൽ പേടി. അപ്പോൾ അത് പറയാനുള്ളൊരു സംഭവം ഇങ്ങനെയാണ്. ഞാനിങ്ങനെ അല്പം പാട്ട് പാടുന്ന എനിക്ക് ഇഷ്ടമുള്ള ഒരാളായിരുന്നു. ചെറുപ്പത്തിൽ 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ എൻ്റെ വികാരിച്ച് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ പള്ളിയിൽ വന്ന് പാടാൻ വരണം, നീ ഇന്നോട്ട് പള്ളിയിൽ വന്ന് പാടാൻ വരണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛൻ എനിക്ക് രാവിലെ പള്ളിയിലേക്ക് വരാൻ പേടിയാ. എനിക്ക് രാവിലെ ഇത്രയും നേരത്തെ 5 മണിക്ക് എഴുന്നേറ്റ് എൻ്റെ പള്ളിയിലേക്ക് വരാനായിട്ട് ഇത്രയും ദൂരം നടന്നു വരാനായിട്ട് പേടിയാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അച്ഛൻ ഒരു ദിവസം എന്നെ ഇങ്ങനെ വിളിച്ചു കൊണ്ടുപോയിട്ട് അച്ഛൻ്റെ മുറിയിലുള്ള ഈശോയുടെ ഒരു ഉണ്ണിമിശിഹായുടെ രൂപം കാണിച്ചിട്ട് എൻ്റെ അടുത്തിട്ട് പറഞ്ഞു, എൻ്റെ സ്റ്റാഴ്സ, ഈ ഉണ്ണിമിശിഹ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ, ഉണ്ണീശോയെ നീ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ നിന്റെ ജീവിതത്തിൽ നിന്ന് എല്ലാ പേടിയും മാറും, നീ ഒന്നിനും പേടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന അച്ഛൻ എനിക്കിങ്ങനെ ഒരു ഉണ്ണീശോയുടെ ഒരു രൂപം എനിക്ക് തരാം. ഈ ഉണ്ണീശോയുടെ രൂപം തന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഈ ഉണ്ണീശോയെ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ജീവിക്കാൻ തുടങ്ങിക്കോ, നിന്റെ ജീവിതത്തിൽ നിന്ന് എല്ലാ പേടിയും ഇങ്ങനെ മാറ്റും എന്ന് പറഞ്ഞിട്ട് ഈ അച്ഛൻ ഇങ്ങനെ ഈ ഒരു കാര്യം ഉണ്ണീശോയെ എനിക്ക് തരുകയും വിശുദ്ധ അന്തോണീസ് പുണ്യവാന്റെ ഒരു ജീവചരിത്രം എനിക്ക് വായിക്കാൻ തരുകയും ചെയ്യാം. അന്തോണിസ്നാളുടെ ജീവചരിത്രം വായിക്കുമ്പോൾ കാണുന്ന കാര്യം ഇങ്ങനെയാണ്, അന്തോണിസ്നാളുടെ ജീവിതത്തിലും ഇങ്ങനെ ഭയങ്കര പേടിയുള്ള ഒരാളായിരുന്നു എന്ന് പറയുന്നത്. എല്ലാ ദിവസവും രാവിലെ ഇങ്ങനെ നടന്നു പോയിട്ട് പള്ളിയിൽ പോകുമ്പോൾ ദുഷ്ടശക്തികൾ വന്ന എല്ലാ ദിവസവും അന്തോണിസ്നാളിനെ ഇങ്ങനെ വേദനിപ്പിക്കാറുണ്ട്. അപ്പം അതിന് ഒരു ദിവസം ഈ അന്തോണിസ് പുണ്യവാളന് അദ്ദേഹത്തിൻ്റെ ഒരു പരിചയത്തിലുള്ള ഒരു വ്യക്തി പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെയാണ്, ഉണ്ണിമിശിഹായോട് പ്രാർത്ഥിച്ചിട്ട് ഈ ദുഷ്ടശക്തികൾ വരുമ്പോൾ രാവിലെ ആ നിലത്ത് കുരിശ് വരച്ചാൽ മതി, പിന്നെ നിന്റെ ജീവിതത്തിൽ നിന്ന് ഒരു ബാധയും നിന്നെ ഏൽക്കില്ല, ഒരു ദുഷ്ടശക്തി നിന്നെ കീഴ്പ്പെടുത്തില്ല എന്ന് പറഞ്ഞിട്ട് അന്തോണിസ്നാളിനോട് ഇങ്ങനെ പറയാം. അങ്ങനെ അന്തോണിസ്നാൾ ഇങ്ങനെ ബൈബിൾ വായിക്കുമ്പോൾ ഉണ്ണീശോയുടെ അടുത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ച് ഉണ്ണീശോയെ ഇങ്ങനെ നെഞ്ചിൽ ചേർത്ത് പിടിച്ച സമയം തൊട്ട് പിന്നെ എത്ര വലിയ ഭീകര സർപ്പം പോലെയുള്ള ദുഷ്ടശക്തികൾ വന്നാലും ഇവന്റെ ജീവിതത്തിൽ അത് തൊടില്ല എന്നുള്ള ഒരു ബോധ്യം ഈ പറയുന്ന അന്തോണീസ് പുണ്യവാന് കിട്ടുക. ഈ രണ്ടുപേരുടെയും സംഭവങ്ങൾ ഇങ്ങനെ വായിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചൊരു മാറ്റം എങ്ങനെയാണ്, ഞാനിങ്ങനെ പതുക്കെ ഉണ്ണീശോയുടെ അടുത്ത് ഇങ്ങനെ സ്നേഹിക്കാൻ തുടങ്ങാം. ഉണ്ണീശോയെ ഇങ്ങനെ ആരാധിച്ചു, ഉണ്ണീശോയെ നീ എൻ്റെ സ്വന്തമാ, എൻ്റെ ജീവിതത്തിൻ്റെ എൻ്റെ നിറവാ എന്ന് പറഞ്ഞ് ഉണ്ണീശോയോട് പാട്ടുപാടി ഉണ്ണീശോയുടെ അടുത്ത് പ്രാർത്ഥിച്ച് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ സ്നേഹമുള്ളവരെ, വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെയുള്ള ഒരു ധൈര്യത്തിൻ്റെ ഒരു ആത്മാവിനെ എൻ്റെ ജീവിതത്തിൽ കിട്ടി. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സ്നേഹിതരോട് പറയാനുള്ള ഈ സുവിശേഷത്തിൻ്റെ ആദ്യത്തെ കാര്യം ഇങ്ങനെയാണ്, നീ മിശിഹായെ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ അന്ധകാര ശക്തികളെ തോൽപ്പിക്കാൻ കഴിവുള്ള ഈശോ നിന്റെ ഉള്ളിൽ വരികയും നിന്റെ ജീവിതത്തിൽ നിന്ന് എല്ലാവിധ പേടിയിൽ നിന്ന് അവിടെ നിന്ന് നിന്നെ രക്ഷിക്കുന്നതായിട്ട് നീ കാണുകയും ചെയ്യും. എന്നൊരു വലിയ സാക്ഷ്യമാണ് എൻ്റെ ജീവിതം. ഇനി ഈ ലോകത്തിലുള്ള ഒരു വസ്തുവിനെയും അച്ഛന് പേടിയില്ല. ഈ അച്ഛന് പേടിയില്ല എന്ന് പറയാനുള്ള കാരണം എങ്ങനെയാണ്, ഈ പറയുന്ന ദുഷ്ടശക്തികൾ മുഴുവൻ തോൽപ്പിക്കാൻ ശക്തിയുള്ള ഉണ്ണീശോയുടെ സാന്നിധ്യം അച്ഛൻ്റെ നെഞ്ചിലുണ്ട്. ഉണ്ണീശോടുത്ത് പറഞ്ഞ എൻ്റെ ഉണ്ണീശോയെ നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ആരെ പേടിക്കണം എന്നുള്ളത്. ആണ് പൗലോസ്ലീഹ പറയണേ, എൻ്റെ കർത്താവ് എൻ്റെ രക്ഷകനാ, എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഏത് പാതിരാക്കി വേണമെങ്കിലും ഏത് വലിയ സിംഹക്കുഴിയിൽ വേണമെങ്കിലും ഞാൻ കിടന്നോളാന്ന് പറയുന്ന രീതിയിൽ പൗലോസിനെ ശക്തിപ്പെടുത്തുന്നത് ഈ ഉണ്ണീശോയുടെയും ഉത്തിതനായ മിശിഹായുടെയും സാന്നിധ്യമാണെന്ന് പറയുന്നത്. ഈ ഒരു വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ ഉണ്ണീശോയെ സ്നേഹിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആദ്യത്തെ ഒരു പുണ്യം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പേടിപ്പെടുത്തുന്ന മേഖലയും ഇങ്ങനെ മാറിപ്പോവും. ഞാനിങ്ങനെ ഓർക്കുക, എൻ്റെ ഇടവകയിലുള്ള ആൾത്താർ സംഘത്തിലെ ചില മക്കളൊക്കെ എന്തൊരു പേടിയാ. ചെറിയ കാര്യത്തിന് ഒരു ചെറിയൊരു സിനിമ കണ്ട ആ സിനിമ കഴിഞ്ഞിട്ട് പിന്നെ പുറത്തിറങ്ങില്ല എന്ന് പറയുന്ന രീതിയിൽ പേടിയുള്ള മക്കളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. പ്രിയ മാതാപിതാക്കളുടെ അടുത്തും അല്ലെങ്കിൽ സ്നേഹമുള്ളവരുടെ അടുത്തൊക്കെ പറയാനുള്ളത് അവർക്ക് ഈശോയെ ഒന്ന് പരിചയപ്പെടുത്തുക. ഈശോയുടെ അടുത്ത് കൂടെ നിന്നോ, ഇനി പേടിക്കണ്ട എന്ന് പറയാനുള്ള ഒരു ധൈര്യം സ്നേഹമുള്ളവരെ കിട്ടും എന്നുള്ളത് ഇതിൻ്റെ ഒന്നാമത്തെ കാര്യം. ഉണ്ണീശോയോട് ചേർന്ന് നിൽക്കുമ്പോൾ ഒന്നാമത് കിട്ടുന്നത് നിന്റെ ജീവിതത്തിൻ്റെ മുഴുവൻ പേടി മാറുന്നു എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് നീ ഉണ്ണീശോയോട് ചേർന്ന് നിൽക്കുമ്പോൾ നിനക്ക് കിട്ടുന്നത് നിന്റെ ജീവിതം വിലയുള്ള ജീവിതമായിട്ട് തീരും എന്നുള്ളതാണ്.
ഒരുപക്ഷെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കണ എനിക്കും പറഞ്ഞുകൊണ്ടിരിക്കണ എനിക്കും കേട്ടുകൊണ്ടിരിക്കണ നമുക്കൊന്നും വലിയ വിലയില്ലാത്ത വ്യക്തികളായിരിക്കാം. നമ്മൾ ഇത്രയും വർഷമൊക്കെ ജീവിച്ചിട്ട് ഒരു വിലയില്ലാത്ത ജീവിതമായിരിക്കും. പക്ഷെ ഒരു പ്രത്യേകത ഇത്രയേ ഉള്ളൂ, നീ ഉണ്ണിമിശിഹായെ നിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന സമയം തൊട്ട്, അല്ലെങ്കിൽ ഉണ്ണിമിശിഹായെ നീ ആരാധിക്കാൻ തുടങ്ങുന്ന സമയം തൊട്ട് നിന്റെ ജീവിതത്തിന്റെ വില ദൈവം ഇങ്ങനെ ഉയർത്തുന്നത് നീ കാണും. ആ കഴുതപ്പുറത്ത് കഴുതയ്ക്ക് ഒരു വിലയുണ്ടായിരുന്ന, ഒരു വിലയുണ്ടായിരുന്നില്ലല്ലോ കഴുതയ്ക്ക്. പക്ഷേ മിശിഹ ആ കഴുതപ്പുറത്ത് കയറിയപ്പോൾ ആ കഴുതയെ ജനം വില വെക്കാൻ തുടങ്ങി എന്നുള്ളതാണ് അല്ലേ. കഴുതയ്ക്ക് പോലും സംശയമായി ഒടുങ്ങി. കഴുതനെ നോക്കുക, എന്തെങ്ങനെ എല്ലാവരും ഇത്ര നാളെ എന്നെ ആട്ടി ഓടിപ്പിക്കണതാ, പക്ഷെ ഇന്നെന്താ? അപ്പൊ ഈ കഴുതയ്ക്ക് മനസ്സിലായി, എൻ്റെ മുകളിൽ ഒരാള് ഇരിക്കുന്നുണ്ട്, രാജാതിരാജനായ മിശിഹ എൻ്റെ മുകളിലുണ്ട്, അതുകൊണ്ട് ഞാൻ വിലയുള്ളവനാണ് എന്ന് പറയാം. കർത്താവിന്റെ തിരുവചനം മുഴുവൻ പറയണത് ഇങ്ങനെയാണ്, നീ വിലപ്പെട്ടതും ബഹുമാന്യനുമാണ്, നീ എൻ്റെ പൊൻ പൈതല എന്ന് പറയാം. അപ്പോൾ ഒരാൾക്ക് ബഹുമാനം കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ ഒരാൾ വിലയുള്ളവനായിട്ട് തീരണമെങ്കിൽ ഈശോയെ സ്നേഹിക്കാൻ തുടങ്ങണം എന്ന് സുവിശേഷം. വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെ ജീവിതമൊക്കെ എന്ത് ജീവിതമായിരുന്നു, ഒരു വിലയില്ലാത്ത ജീവിതമല്ലായിരുന്നേ. ഒരു പാവം മരപ്പണിക്കാരൻ, ആരും അറിയാത്ത ഒരു മൂലയിലിരുന്ന് മേശയും കസേരയും മാത്രം ഉണ്ടാക്കിയിട്ട് തീർക്കേണ്ട ജീവിതമായിരുന്നു ഈ പറയുന്ന ഔസേപ്പ് പിതാവിന്റെ. പക്ഷെ ഇവരുടെ ജീവിതങ്ങളെ എടുത്തുയർത്തി ഏറ്റവും നല്ല ജീവിതങ്ങളെ, ഇത് റോൾ മോഡൽ ആക്കി മാറ്റുന്നത് അത് ഉണ്ണിമിശിഹായെ ഇവർ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോഴാണ്. ഉണ്ണീശോ ഇങ്ങനെ നെഞ്ചിൽ ചേർത്ത് പിടിച്ചിട്ട് എൻ്റെ പൊന്നുവാവേ എന്ന് പറഞ്ഞിട്ട് പരിശുദ്ധ അമ്മ നെഞ്ചോട് ചേർത്ത് പിടിച്ചപ്പോൾ തൊട്ട് ഈ അമ്മയുടെ ജീവിതം വിലയുള്ളതായിട്ട് തീരുക. വളർത്തുപിതാവായ ഔസേപ്പ് പിതാവ് ഈ പറയുന്ന ഹെറോദസിന്റെ വാൾമുനയിൽ നിന്നും മിശിഹായെ രക്ഷിച്ച് സ്നേഹത്തോടുകൂടെ കൊഞ്ചിക്കാനായിട്ട്, യേശുവിനെ കൊഞ്ചിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ ഔസേപ്പ് പിതാവിന്റെ ജീവിതം എന്ന് പറയുന്നത് അവന്റെ മരപ്പണിക്കാരൻ എന്നുള്ള ആ ഒരു ടേമ് മാറി അവന് യേശുവിന്റെ പിതാവായിട്ട് തീരുന്ന രീതിയിൽ ചൈതന്യത്തിന്റെ നിറവ് രൂപപ്പെടുക. ആരൊക്കെ ഈശോയെ സ്നേഹിക്കാൻ തുടങ്ങണം അവർക്ക് കിട്ടുന്ന ഒരു പുണ്യമാണ് സ്നേഹമുള്ളവർ, അവരുടെ ജീവിതം ഇങ്ങനെ വിലയുള്ളതായിട്ട് തീരും. ഞാനിങ്ങനെ ഓർക്കാറുണ്ട്, ഈ ഒരു വചനത്തിന്റെ മുമ്പിൽ വന്നു നിൽക്കാനുള്ള ഒരു ക്വാളിറ്റി എനിക്കില്ല. അധികം പഠിക്കാൻ അറിയില്ല, അധികം പ്രസംഗിക്കാനുള്ള കഴിവില്ല, വീട്ടിൽ ദാരിദ്ര്യത്തിന്റെ അനുഭവം, ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നതാണ്. പക്ഷെ ഇന്ന് ഞാൻ അനുഭവിക്കുന്ന സന്തോഷം, അല്ലെങ്കിൽ ഇന്ന് എൻ്റെ ജീവിതത്തിലുള്ള വില എന്ന് പറയുന്നത് അത് ഞാൻ എൻ്റെ ഈശോയോട് ചേർന്ന് നിന്ന സമയം തൊട്ടുള്ള വിലയാണ്. ഇന്ന് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഇത്രയും പ്രോഗ്രാമുകൾ ഈ ദിവസങ്ങളിൽ കടന്നു പോകുമ്പോഴൊക്കെ ഞാൻ ഓർക്കുക, ഈസ് ഇറ്റ് മൈ മെറിറ്റ്? അപ്പൊ എൻ്റെ ഈശോ എൻ്റെ അടുത്ത് പറയും, നോ, ഇറ്റ് ഇസ് നോട്ട് യുവർ മെറിറ്റ് ബട്ട് ദ മെറിറ്റ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ കൂടെ നീ നിൽക്കാൻ തുടങ്ങിയപ്പോൾ നിനക്ക് കിട്ടിയ വിലയാ. ആർക്ക സ്നേഹമുള്ളവര് ഈശോയോട് ചേർന്ന് നിന്ന് വിലയില്ലാതായിട്ടുള്ളത്? ഈശോയോട് കൂടെ ചേർന്ന് നിന്നവർക്കൊക്കെ വില കിട്ടിയിട്ടുള്ളതല്ലേ തിരുവചനം. അതാ സമറിയക്കാരി പെണ്ണിനെടുത്തേ. ഇന്നലെ വരെ ഏതൊക്കെയോ പുരുഷന്റെ കൂടെ എന്ന് പറഞ്ഞിട്ട് ഒരു വിലയിലുണ്ടാക്കി തീർത്ത പെണ്ണല്ലേ. അതുകൊണ്ടാണ് അവള് ഉച്ച സമയത്ത് വെള്ളം കോരാൻ വരണേ. കാരണം ബാക്കിയുള്ള സമയത്ത് വെള്ളം കോരാൻ വന്നാൽ അവർ ഈ വിലയില്ലാത്ത ഒരു കറിവേപ്പില പോലെ ഇവിടെ വലിച്ചെറിയുന്നുള്ളത് അവൾക്കറിയാം. അതുകൊണ്ട് അവള് ഉച്ച സമയത്ത് ആരും ഇല്ലാത്ത നേരത്ത് ഈശോയുടെ അടുത്തേക്ക് വരിക, ആരും ഇല്ലാത്ത സമയത്ത് വെള്ളം കോരാൻ വരിക. എന്നിട്ട് ഈശോ അവളെ കണ്ട് അവളുടെ അടുത്ത് സംസാരിക്കുക. പതുക്കെ പതുക്കെ ഈശോയിലേക്ക് അട്രാക്റ്റഡ് ആവുകയാണ് ഈ പറയുന്ന സമറിയക്കാരി സ്ത്രീ. Then what happened? The history tells. ഈ പറയുന്ന ചരിത്രം പറയുന്നത് ഇങ്ങനെയാണ്, ഇവൾ ഈശോയെ വിലവെക്കാൻ തുടങ്ങിയപ്പോൾ, ഈശോ അവളെ വിലവെക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ ലോകം ഈ പറയുന്ന സമറിയക്കാരിയെ പോലും വിലയുള്ളതാക്കുക. നമുക്കറിയാം, ഒരു നോട്ട് വിലയുള്ളതായി തീർന്നത് ഗവർണറുടെ സൈനാണ്. അല്ലെങ്കിൽ ആ ഒരു നോട്ടിനൊരു വിലയില്ല. 2000-ന്റെ ആവട്ടെ, 500-ന്റെ ആവട്ടെ, 100-ന്റെ നോട്ടാവട്ടെ, അതിന് ഒരു വിലയില്ല. അതിന് വില വെക്കണത് ഈ പറയണ സിഗ്നേച്ചർ ഓഫ് ദി ഗവർണറാ. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ വിലയുള്ളതാക്കി മാറ്റുന്നത് അത് ക്രിസ്തുവിന്റെ കയ്യൊപ്പ് നിനക്ക് കിട്ടുമ്പോഴാണ്. ചില എഴുത്തുകാരൊക്കെ പറയുന്നില്ലേ, ദൈവിക മുദ്ര എനിക്ക് ലഭിച്ചപ്പോഴാണ് എൻ്റെ എഴുത്ത് ഇത്രയും ഭംഗിയായിട്ട് തീർന്നേ. ആ ഒരു പെരുമ്പടവം ശ്രീധരമേനോനും അല്ലെങ്കിൽ ആ പഴയകാലത്തിൻ്റെ എഴുത്തുകാരോടൊക്കെ ചോദിക്കുമ്പോൾ അവരൊക്കെ പറയുന്നുണ്ട്, ഞങ്ങൾ ക്രിസ്തുവിനെ പഠിച്ചപ്പോഴാണ് ഞങ്ങളുടെ എഴുത്തുകൾക്ക് ഇത്രയും ഭംഗി വന്നേ. അക്രൈസ്തവനായ KP അപ്പൻ പറയണ കാര്യമില്ലേ, KP അപ്പൻ്റെ നല്ല നല്ല പുസ്തകങ്ങൾ, ആ മധുരം നിന്റെ ജീവിതം എന്നൊക്കെ പറഞ്ഞിട്ട് മാതാവിനെ കുറിച്ചൊക്കെയുള്ള പുസ്തകത്തെക്കുറിച്ചൊക്കെ ഈ KP അപ്പൻ പറയണ കാര്യം എങ്ങനെയാണ്, ഞാൻ ക്രിസ്തുവിനോട് ചേർന്ന് നിന്നപ്പോൾ, ആ ക്രിസ്തുമസിനെ കുറിച്ചൊക്കെ പഠിച്ചപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ എഴുത്തിൻ്റെ താഴ്വര അല്ലെങ്കിൽ താഴ്വരയൊക്കെ ഇങ്ങനെ തുറന്നു കിട്ടിയതായിട്ട് തീർന്നത്.
എൻ്റെ തലവരെ തെളിഞ്ഞത് ഞാൻ എൻ്റെ യേശുവിനോട് ചേർന്ന് നിന്നപ്പോഴാന്ന് പറയാം. അപ്പൊ ഈ വചനം കേട്ടുകൊണ്ടിരിക്കണ പ്രിയ സ്നേഹിത, ഒരുപക്ഷെ നീ അത്ര ഇഷ്ടത്തൊന്നുകൂടി ആയിരിക്കില്ല ഈ വചനം കേൾക്കുന്നുണ്ടാവുക. അത് അത്രയും വലിയ ചൈതന്യമൊന്നും ആയിരിക്കില്ല. ഒരുപക്ഷെ ഈശോ എന്ന് പറയണത് ഒരു എന്താ പറയുക, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് നീ നിന്റെ കാറുമ്മ തൂക്കിയിടുന്ന ഒരു ഏറ്റവും നല്ല രൂപമായിരിക്കാം. അതല്ലെങ്കിൽ മറ്റുള്ളവരെ സൊസൈറ്റിയുടെ പേരിന് വേണ്ടിയിട്ട് നീ ക്രിസ്തു മതത്തിൽ ചേർന്ന വ്യക്തിയായിരിക്കാം. പക്ഷെ ഇന്ന് നീ ഡയഗ്നൈസ് ചെയ്തോ, നീ അവനെ നിന്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കുമ്പോൾ നിനക്ക് കിട്ടാൻ പോകുന്ന വില എന്ന് പറയുന്നത് ലോകത്തിൽ ആർക്കും തരാൻ പറ്റാത്ത വിലയാണ്. ദൈവം നിനക്ക് മുദ്ര നൽകുന്നു മാത്രമല്ല, ഈ ലോകം നിന്നെ ഏറ്റെടുക്കുക. ലോകം നിന്നെ ഏറ്റെടുത്തിട്ട് പറയും, ഇതേ എന്തോ അവൻ്റെ ഉള്ളിൽ ഒരു ആത്മീയതയുടെ നിറവുണ്ട്. ചില വൈദികരൊക്കെ നമ്മൾ പറയുന്നു, ഞാൻ ഈ ദിവസങ്ങൾക്ക് ഇങ്ങനെ വട്ടയച്ചനോ അല്ലെങ്കിൽ ഈ പറയുന്ന ഡൊമിനിക് അച്ഛനെയൊക്കെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുക. എന്താണ് ഇവർക്കുള്ള വില? ഇവരുടെ വിലയാണോ? ഇവരുടെ സുവിശേഷ പ്രഘോഷണം കേൾക്കാനായിട്ട് അല്ലെങ്കിൽ അഭിഷേകാഗ്നി പ്രോഗ്രാമൊക്കെ കാണാൻ വേണ്ടിയിട്ട് ആയിരങ്ങൾ, പതിനായിരക്കണക്കിന് മനുഷ്യര് ഇങ്ങനെ നിൽക്കുക. കഴിഞ്ഞ ദിവസം ഓർക്കായിരുന്നു, ഒരു മോനിങ്ങനെ അന്ന് ഭക്ഷണം കഴിക്കണില്ല. അപ്പൊ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ കഴിക്കാത്ത? വട്ടയച്ചൻ പറഞ്ഞിട്ടുണ്ട്, ഈശോയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ജീവിതം കൊടുത്ത, ഇങ്ങനെ ഉപവസിച്ച് ഈ അഭിഷേകാഗ്നിയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന കൃപേനെ കുറിച്ച്. അപ്പൊ ഞാൻ പറഞ്ഞു, നിനക്ക് എന്തെങ്കിലും കിട്ടിയാ? അച്ഛാ, സത്യത്തിൽ ഞാനൊരു യൂത്താ, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിശ്വാസമൊന്നും ഇല്ലാതെ ഞാനൊരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റ് ആയിട്ട് നടക്കുന്ന സമയത്ത് അവസരത്തിന് വേറെ ഏതോ ഒരു പ്രോഗ്രാം ഇല്ലാത്ത കാരണം ഈ അഭിഷേകാഗ്നി കാണാൻ തുടങ്ങിയതാണ്. പക്ഷെ ഇതിൽ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം എന്നെ ഇങ്ങനെ സ്പർശിച്ചു. ഇങ്ങനെ ഈശോയുടെ അടുത്ത് ചേർന്ന് നിൽക്കുമ്പോൾ നിനക്ക് ഇന്ന മേഖലകളിൽ അത്ഭുതം എന്ന് പറയണത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതുപോലെ ചെയ്യാൻ തുടങ്ങാം. എല്ലാ വെള്ളിയാഴ്ചയും ഫാസ്റ്റിംഗ് എടുക്കണോ, എല്ലാ ശനിയാഴ്ചയും ഫാസ്റ്റിംഗ് എടുക്കണോ, എല്ലാ തിങ്കളാഴ്ച എന്നൊക്കെ പറയുന്ന ഇതിൽ ഇവൻ്റെ ഫാസ്റ്റിംഗ് ഇവൻ്റെ ജീവിതത്തിൽ ഈശോയോട് ചേർത്ത് നിർത്തുന്നതിൻ്റെ സുവിശേഷമായിട്ട് തീർക്കുക. അത് തീർന്നു കഴിഞ്ഞപ്പോൾ ഇവന് സംഭവിക്കുന്ന കാര്യം എന്നുള്ളത് ഇവൻ്റെ ജീവിതം വിലയുള്ളതായിട്ട് തീരുക. ഇവൻ പ്രതീക്ഷിച്ച മാർക്കിനേക്കാൾ ഉയർന്ന മാർക്ക് കിട്ടുന്നു. ഇവൻ പ്രതീക്ഷിച്ച ജോലിയേക്കാൾ ഏറ്റവും നല്ല രീതിയിൽ ജോലി കിട്ടുന്നു. ഇവൻ വിചാരിക്കുന്നതിനേക്കാൾ നല്ല പ്ലേസ്മെന്റിലൂടെ കാര്യങ്ങൾ ഇങ്ങനെ കർത്താവ് ക്രമീകരിക്കുന്നതായിട്ട് ഇവൻ കണ്ടുകൊണ്ടിരിക്കാം. എൻ്റെ സ്നേഹമുള്ളവരെ, നമ്മൾ ഈ ഒരു സുവിശേഷത്തിൻ്റെ രണ്ടാമത്തെ കാര്യമായിട്ട് പറഞ്ഞു വയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയാണ്: നീ ഉണ്ണി മിശിഹായോട് ചേർന്ന് നിൽക്കുമ്പോൾ നിന്റെ ജീവിതം വിലയുള്ളതായിട്ട് തീരും എന്നുള്ളതാണ്. മൂന്നാമത്തെ ഉണ്ണി മിശിഹായോട് നീ ചേർന്ന് നിൽക്കുമ്പോൾ നിനക്ക് തിരിച്ചറിവുള്ളവനായിട്ട് നീ മാറും എന്നുള്ളതാണ്. ഉണ്ണി മിശിഹായോട് ചേർന്ന് നിൽക്കുന്നത് വരെ ഒരുപക്ഷെ നിനക്ക് അറിവുള്ള വ്യക്തിയായി ഉണ്ടാവാം, നിനക്ക് സമൃദ്ധമായ അറിവുണ്ടായിരിക്കാം. പക്ഷെ നീ ഉണ്ണി മിശിഹായോട് ചേർന്ന് നിൽക്കുമ്പോൾ നിന്റെ ഈ അറിവുകൾ തിരിച്ചറിവുകളായിട്ട് തീരും. ആ ജ്ഞാനികളെ ഒന്ന് വെറുതെ ഒന്ന് ഓർത്തോ. ഈ ഒരു വചനധ്യാനത്തിന്റെ സമയത്ത് ജ്ഞാനികൾ എന്ന് പറയുന്നത് അവർക്ക് ജ്ഞാനമുള്ളവരാ, പക്ഷെ അവർക്ക് അതൊരു തിരിച്ചറിവായിട്ട് തീർന്നത് അവർ ഈ മിശിഹായെ കണ്ടതിന് ശേഷമാണ്. അതല്ലെങ്കിൽ അവര് അതേ വഴിയിലൂടെ കടന്നുപോയേനെ. നമ്മൾ തിരുവചനം വായിക്കുന്നത് ഇങ്ങനെയാ: ഈ പറയുന്ന ജ്ഞാനികൾ യേശുവിനെ കണ്ട് യേശുവിനെ ആരാധിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ആ വഴിയിലൂടെ പോയി എന്നല്ല തിരുവചനം പറയുന്നത്. പിന്നെ എന്താ ചെയ്യുന്നത്? അവർ വേറെ വഴിയിലൂടെ കടന്നു പോവാ. എന്തങ്ങനെ സംഭവിക്കണേ? അവർക്കൊരു തിരിച്ചറിവുണ്ടായി. യേശു മിശിഹായുടെ അടുത്ത് നിന്നപ്പോൾ അവരുടെ ജീവിതത്തിനൊരു തിരിച്ചറിവ് കിട്ടിയത് കൊണ്ടാണ് അവർ കടന്നുപോയി എന്ന് പറയാം. എൻ്റെ സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഒരു സങ്കടം എന്നുള്ളത് കുറേ അറിവുണ്ട് നമുക്കിന്ന്. പല മേഖലയിലുള്ള അറിവുള്ളവരെ, ബയോടെക്നോളജി, ഇൻഫർമേഷൻ ടെക്നോളജി, എല്ലാ മേഖലയിലും ഫാസ്റ്റ് ഡെവലപ്പിംഗ് ആയിട്ടുള്ള രീതിയിലുള്ള ഇൻഫർമേഷൻസ് ഒക്കെ സ്റ്റോർ ചെയ്തിട്ടുണ്ട് നമ്മൾ. പക്ഷെ നമുക്ക് സംഭവിക്കുന്നത് ഇങ്ങനെയാണ്: ഈ അറിവിനനുസരിച്ചുള്ള ഒരു തിരിച്ചറിവ് നമുക്കില്ല. അഴിക്കോട് മാസ്റ്ററൊക്കെ പറയണം, മരിച്ചുപോയ അഴിക്കോട് മാസ്റ്ററൊക്കെ പറഞ്ഞതുപോലെ നമുക്ക് സംജ്ഞാനം ഇല്ല. അറിവും ജ്ഞാനവും ഉണ്ട്, സംജ്ഞാനം എന്ന് പറയുന്ന സാധനം ഇല്ല എന്ന് പറഞ്ഞ് ഇദ്ദേഹം കുറ്റപ്പെടുത്തുക. അപ്പോൾ എങ്ങനെയാണ് ഒരാൾക്ക് ഈ ഒരു സംജ്ഞാനവും അല്ലെങ്കിൽ ഒരു തിരിച്ചറിവും കിട്ടുന്നത് എന്ന് ചോദിക്കുമ്പോൾ ദ സിമ്പിൾ ഫിലോസഫിയാണ്. ഇത്രയേ ഉള്ളൂ: ഈശോയുടെ അടുത്ത് ഇങ്ങനെ ചേർന്നേക്കാം. ഈശോയുടെ അടുത്തിരിക്കുമ്പോൾ ഇങ്ങനെ തിരിച്ചറിവ് കൊണ്ട് എന്നെ നിറയ്ക്കുന്നത് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കും. ഞാൻ എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്. അതിങ്ങനെ കുറേ വേറെ പുസ്തകങ്ങളൊക്കെ വായിക്കുന്നത്, സാഹിത്യത്തിൻ്റെ കുറേ പുസ്തകങ്ങളൊക്കെ വായിച്ച് എൻ്റെ ജീവിതം തീർത്തിട്ടുണ്ട്. കുറേ എന്താ പറയുക, ഒരു ടെക്നോളജിക്കലായിട്ടുള്ള രീതിയിൽ അതല്ലെങ്കിൽ ഫാൻറ്റസിയുടെ ലോകത്തിലുള്ള പുസ്തകങ്ങളിലൂടെയൊക്കെ ഇങ്ങനെ കടന്നു പോയതാണ്. അപ്പോഴൊന്നും ഇല്ലാത്ത ഒരു തിരിച്ചറിവ് എനിക്ക് കിട്ടിയത് എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ആത്മീയ ഗുരു എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ സ്റ്റാൻസ്, നീ ഇങ്ങനെയുള്ള പുസ്തകങ്ങളിൽ നിന്നൊക്കെ ഒന്ന് മാറിയിട്ട് യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്ന അവൻ്റെ കണ്ണുകളിലൂടെ നീ കാണാൻ തുടങ്ങുക എന്നത് തിരിച്ചറിവാവാം. അങ്ങനെ പറഞ്ഞ് പതുക്കെ ഉണ്ണി മിശിഹായോട് ചേർന്ന് നിന്ന് ജീവിതത്തെ എങ്ങനെ ക്രമീകരിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് ഇങ്ങനെ ഒരു തിരിച്ചറിവിൻ്റെ സുവിശേഷമായിട്ട് ജീവിതം തീരുക.
പല മേഖലകളിലും കർത്താവ് ഇങ്ങനെ തിരിച്ചറിവ് നൽകിയിട്ട് ഇത് ഇന്ന വഴിയിലൂടെ പോകണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പഠിപ്പിക്കുന്നത് സ്നേഹമുള്ളവരെ നേരിട്ട് കാണുക. ചില സുവിശേഷങ്ങൾ അല്ലെങ്കിൽ പ്രഘോഷണങ്ങൾക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഈശോ പറയുന്നത് അതിന് പോണ്ട, അതിങ്ങനെ പോണ്ടെന്ന് പറഞ്ഞിട്ട് കർത്താവിന്റെ വചനം കേട്ടിട്ടാണെങ്കിൽ പിന്നെ അതിന് പോവില്ലേ സ്നേഹമുള്ളവരെ. അത് പോവാതിരിക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് അത്ഭുതങ്ങൾ എന്ന് പറയുന്ന രീതിയിൽ ചില മേഖലകളിൽ ഈശോ പറയുന്ന കാര്യം ശുശ്രൂഷ ചെയ്തേ പറ്റുള്ളൂ. ആ ചെയ്യുന്ന ശുശ്രൂഷകൾക്ക് മേൽ കർത്താവിന്റെ കയ്യൊപ്പ് നിറയണത് നമ്മളിങ്ങനെ കാണും. ഒരു തിരിച്ചറിവിന്റെ ലോകത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നുള്ളതാണ് ഈശോയോട് ചേർന്ന് നിൽക്കുന്നവർക്ക് കിട്ടുന്ന ഒരു വലിയ സുഹൃതം എന്നുള്ളത്. നീ ഉണ്ണീശോയോട് ചേർന്ന് നിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് നീ ചോദിക്കണ്ടേ. ഇതിന്റെ നാലാമത്തെ കാര്യം എന്നുള്ളത് നിന്റെ ജീവിതത്തിൽ സമൃദ്ധി നൽകി അവിടെ നിന്ന് അനുഗ്രഹിക്കും. കുറേ തവണ നമ്മളിത് വ്യാഖ്യാനിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഒന്നും കൂടെ നീ തിരിച്ചറിഞ്ഞോ, ഈ ഒരു ക്രിസ്മസ് കാലവും അല്ലെങ്കിൽ ഒരു പുതിയ വർഷത്തിന്റെ ഒക്കെ ആരംഭത്തിൽ നീ ഉണ്ണീശോയോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ കിട്ടുന്ന സമൃദ്ധി പോലെ ഇത് സ്ഥായി ആയിട്ടുള്ള സമൃദ്ധി വേറെ ഒരിടത്തിലും കിട്ടില്ല. സമൃദ്ധി കിട്ടുമായിരിക്കും ഒരു പക്ഷേ, ഈശോ ഇല്ലാതെയും സമൃദ്ധി ഉള്ളവരൊക്കെ ലോകത്തിലുണ്ട്. പക്ഷെ സ്ഥായിയായ അല്ലെങ്കിൽ സന്തോഷകരമായ സമൃദ്ധി കിട്ടണമെങ്കിൽ നീ ഈശോയോട് ചേർന്ന് നിൽക്കണം. അതിങ്ങനെ പറയാനുള്ള ഒരു ചെറിയ ബലം എന്നുള്ളത് 5 വർഷത്തെ പൗരോഹിത്യത്തിന്റെ ബലം മാത്രമേ ഉള്ളൂ എനിക്ക്. പക്ഷെ ഞാൻ ഈ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്. ഈശോയോട് ചേർന്ന് നിൽക്കുന്ന കുടുംബങ്ങളിലുള്ള സമൃദ്ധിയും ഈശോയിൽ നിന്ന് മാറി നിൽക്കുന്ന കുടുംബങ്ങളിൽ പാരമ്പര്യമായിട്ട് കിട്ടുന്ന സമൃദ്ധിയും തമ്മിലൊക്കെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള വേരിയേഷൻസ് ഉണ്ട് സ്നേഹമുള്ളവരെ. ആ സമൃദ്ധിയിൽ ഒരു സന്തോഷം കിട്ടണമെങ്കിൽ, സമൃദ്ധി ഉള്ളവരൊക്കെ തന്നെ നമ്മൾ ആരുടെ വീട്ടിലാണ് ഇപ്പോൾ അത്ര വലിയ ദാരിദ്ര്യമില്ല നമ്മുടെ നാട്ടിലൊക്കെ, ഒന്നുമില്ല, എന്താ വേണ്ടതിനെല്ലാം ഉണ്ട് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ. നല്ല മക്കള്, നമ്മുടെ ജീവിത പങ്കാളി, അതല്ലെങ്കിൽ ഒരു സോഷ്യൽ സ്റ്റാറ്റസ്, എവറിത്തിങ് വിത്ത് അസ്. ഇവിടെ ഒരു അതിനേക്കാൾ വിട്ടൊരു സമൃദ്ധി അല്ലെങ്കിൽ ഒരു സന്തോഷത്തിന്റെ സമൃദ്ധി എനിക്ക് കിട്ടണമെങ്കിൽ അത് ഈശോയുടെ അടുത്ത് ഇങ്ങനെ ചേർന്ന് നിന്ന് എന്നും കുടുംബ പ്രാർത്ഥന ചൊല്ലുന്ന, എന്നും വചനം വായിക്കുന്ന, എന്നും ആത്മീയ കാര്യങ്ങളിൽ കൂദാശ ജീവിതം നയിക്കുന്നവർക്ക് കിട്ടുന്ന കാര്യമാണ്. 3 കാര്യങ്ങൾ ചെയ്താൽ മതി. ഉണ്ണീശോയോട് ചേർന്ന് നിൽക്കാനുള്ള ഒരു കുറുക്ക് വഴിയായിട്ട് നമുക്ക് ഇതിന്റെ വ്യാഖ്യാനത്തിന്റെ ലാസ്റ്റ് ഭാഗത്തിൽ പറയാനുള്ളത് ഉണ്ണിമിശിഹായോട് ചേർന്ന് നിൽക്കാൻ 3 കാര്യങ്ങൾ. അത് ഇത്രയാണ്. എല്ലാ ദിവസവും കുറച്ച് നേരം എനിക്ക് വചനം വായിക്കാൻ പറ്റണം. ഈ ഒരു വ്യാഖ്യാനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾ ആലോചിച്ച്, ഞാൻ ഒരു ദിവസം ഒരു 10 മിനിറ്റെങ്കിലും കർത്താവിൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ അടയിരിക്കുന്നുണ്ടാ, അവൻ്റെ വചനത്തിൻ്റെ ചുരുളിൽ ജീവിതത്തിൻ്റെ പൊരുൾ കണ്ടെത്തുന്നുണ്ടാ, ഇടയ്ക്കിടയ്ക്ക് അവനെ ആത്മാവിൽ ഞാനിങ്ങനെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 3, എനിക്ക് എൻ്റെ കൂദാശ ജീവിതം ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ടാ. കൂദാശ ജീവിതത്തിൽ ഞാൻ വന്നിട്ടുണ്ടാ. കുമ്പസാരം, അതുപോലെ തന്നെയുള്ള കർത്താവിൻ്റെ കൽപ്പനകളിലേക്കൊക്കെ എന്നെ സഹായിക്കുന്ന രീതിയിലുള്ള കുർബാന, ഇതൊക്കെ എൻ്റെ ജീവിതത്തിലേക്ക് ഈശോയെ അടുപ്പിക്കുന്നതാണ്. അതില്ലാത്ത ഒരു ആത്മീയതയ്ക്കൊന്നും ബലമില്ല. നമുക്ക് പ്രാർത്ഥിക്കാം, ഈശോയോട് ചേർന്ന് നിന്ന് ഈ ഔസേപ്പിതാവിനെ പോലെ, ഈശോയെ സ്നേഹിച്ച പരിശുദ്ധ മറിയത്തെ പോലെ, അജ്ഞാനികളെ പോലെ, ആട്ടിടയരെ പോലെ ഞാൻ ഇന്നോട്ട് ഈശോയോട് ചേർന്ന് നിൽക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സാധിക്കുകയാണെങ്കിൽ ഈ ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാ മക്കളും കരങ്ങൾ ഉയർത്തിപ്പിടിക്കട്ടെ. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതിൻ്റെ 4 അനുഗ്രഹങ്ങൾ ഇപ്പോൾ ഈ വചന ധ്യാനത്തിലൂടെ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഇനി അനേകം മക്കളുടെ അടുത്ത് പറയണം, ഞാൻ എൻ്റെ ഈശോയോട് ചേർന്ന് നിന്നപ്പോൾ, ഉണ്ണീശോയോട് ചേർന്ന് നിന്നപ്പോൾ എൻ്റെ ജീവിതത്തിൽ 4 അനുഗ്രഹങ്ങൾ, എൻ്റെ ഭയത്തിൻ്റെ മേഖലകൾ മാറി എന്ന് പറയാൻ എനിക്ക് സാധിക്കണം. എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ഭയത്തിൻ്റെ മേഖലകളും കർത്താവ് മാറ്റിത്തന്ന് എന്ന് എനിക്കിന്ന് പറയാനായിട്ട് ഈശോയെ സാധിക്കണേ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുക. ഏതെങ്കിലും രീതിയിലുള്ള ഭയത്തിൻ്റെ വഴികളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഈ ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാ മക്കളെയും വിടുവിക്കണമേ. കർത്താവിൻ്റെ ധൈര്യത്തിൻ്റെ ആത്മാവിനെ നൽകാൻ ഇടവരുത്തട്ടെ. വിലയില്ലാത്ത ജീവിതങ്ങളെ വിലയുള്ളതാക്കി തീർക്കുന്ന കർത്താവിൻ്റെ സമൃദ്ധി ഇപ്പോൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ സമൃദ്ധി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ചൈതന്യത്താൽ ഇപ്പോൾ ഈ ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാ മക്കളെയും അവിടെ നിന്ന് വിടുവിച്ച് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതിൻ്റെ സന്തോഷവും സമാധാനവും നിറയ്ക്കാൻ ഇടവരുത്തുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.